വളരെ മനോഹരമായിരിക്കുന്ന നല്ല സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരുവാനുള്ള വിലപ്പെട്ട സാവകാശങ്ങൾ ദൈവം എനിക്ക് നൽകുന്നത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്കും എൻ്റെ ശുശ്രൂഷയ്ക്ക് നൽകുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയൂടെ ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇന്ന് നാം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവവചന ഭാഗമെന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അതിന് 40-ാമത് വാക്യമാണ്. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഹേ നിന്നകരെ നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവീൻ. നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ എന്ന വചനമാണ്. നിന്ദക്കാരായ ആളുകളോട് ഓർപ്പിക്കുന്നതായ വാക്കാണ്. സന്ദർഭത്തെക്കുറിച്ച് ഓർപ്പിച്ചാൽ പൗലോസിൻ്റെ പ്രഭാഷണത്തിൽ വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി പൗലോസ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൗലോസിൻ്റെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച്, പൗലോസിൻ്റെ അപ്പോസ്തോലത്വം സംബന്ധിച്ച് പല വിധങ്ങളിലുള്ള ചോദ്യങ്ങളും ആ നിലയിലുള്ളതായ അനുഭവങ്ങളിലൂടെയും പൗലോസ് കടന്നു പോകുമ്പോഴാണ് താൻ പറയുന്നത്, മറ്റുള്ളവരെ നിന്ദിക്കുന്ന നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കണം എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. നാം ലോകത്തിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ അനവധി ആളുകൾ പലതിലും പ്രശംസിക്കുന്നവരും മറ്റുള്ളവരെ ചെറുതായി കാണുകയും അപമാനിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നതായ അനവധി സാഹചര്യങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സൗന്ദര്യമുള്ള ആളുകൾ സൗന്ദര്യമില്ലാത്ത ആളുകളെ നിന്ദിക്കാറുണ്ട്. വിദ്യാസമ്പന്നരായ ആളുകൾ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളെ അപമാനിക്കാറുണ്ട്. ഏറ്റവും വലിയ പദവികളിലിരിക്കുന്ന ആളുകൾ അതിന് താഴെയുള്ളതായ ആളുകളെ അപമാനിക്കാറുണ്ട്. പ്രസിദ്ധമായ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെ അല്ലാത്തതായ ആളുകളെ അപമാനിക്കാറുണ്ട്, നിന്ദിക്കാറുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ വിദ്യാഭ്യാസത്തിൻ്റെ പേരിലും പണത്തിൻ്റെ പേരിലും സ്ഥാനങ്ങളുടെ പേരിലും ഒക്കെ അപമാനിക്കപ്പെടുന്ന ഒരു പറ്റം ആളുകൾ ഈ ലോകത്തുണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുമ്പോൾ തന്നെ വിശുദ്ധ ബൈബിൾ വളരെ ആധികാരികമായി ഓർമ്മപ്പെടുത്തുകയാണ്,
മറ്റുള്ളവരെ അപമാനിക്കുന്ന, നിന്ദിക്കുന്ന, പഴിക്കുന്ന, പരിഹസിക്കുന്ന ആളുകൾ ഒന്ന് ഓർത്തുവെക്കണം, നിങ്ങളുടെയും ജീവിതത്തിൽ ചിലപ്പോൾ ഒരു കാലഘട്ടം മാറിമറിഞ്ഞു വന്നു എന്ന് വരാമെന്നുള്ള യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നാം മറ്റുള്ളവരെ അപമാനിക്കുകയോ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും അവരനുഭവിക്കുന്ന മാനസിക വ്യഥകളും സങ്കടങ്ങളും ഒക്കെ പരിഹസിക്കുന്നവർക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ പരിഹസിക്കപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്നതായ മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രതിസന്ധികളുടെയും വേദനകളുടെയും നടുവിൽ അവർക്കു വേണ്ടി കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പൗലോസ് ഇവിടെ ബോധ്യപ്പെടുത്തുവാൻ ഉത്സാഹിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നാം ഈ ദൈവവചനത്തിലൂടെ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നിന്ദിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, രണ്ട്, നിന്ദിക്കപ്പെടുന്ന ഒരു പറ്റം ആളുകളുമുണ്ട്. ബൈബിൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതായ ചില കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നാം ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്കൊന്ന് കടന്നു വരികയാണെങ്കിൽ, 1-ാം പുസ്തകം 17-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേൽ അപമാനിതരായി തല കുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് അവിടെ ഓർപ്പിച്ചിട്ടുണ്ട്. 18-ാമത്തെ മുതൽ വാക്യങ്ങൾ നാം വായിച്ചു വരുമ്പോൾ, അവിടെ 23-ാമത്തെ മുതൽ വാക്യങ്ങൾ നാം വായിച്ചു വരുമ്പോൾ അവിടെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഗത്യനായ ഗോലിയാത്ത് ഫെലിസ്ത്യ മല്ലൻ ഫെലിസ്ത്യരുടെ നിരകളിൽ നിന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ സേനയെ, ഇസ്രായേൽ ജനത്തെ അപമാനിക്കുകയാണ്. ശൗല് ഇസ്രായേൽ ജനത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, ഇസ്രായേൽ ജനത്തെ ഏതു വിധേനയും നിർമൂലനാശം വരുത്തിക്കളയണമെന്ന് ആഴമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫെലിസ്ത്യർ ഇസ്രായേൽ ജനത്തിനു മുൻപിൽ വന്നു നിന്നുകൊണ്ട് യുദ്ധപ്രഖ്യാപനം നടത്തി അവർ അണിനിരന്നിരിക്കുന്ന സാഹചര്യമാണ്. ഗോലിയാത്ത് കയറി വരുന്നത് കാണുമ്പോൾ ഇസ്രായേൽ മക്കൾ ഭയപ്പെട്ട് അവരെ വഴി കടന്നു പോകുന്ന രംഗങ്ങൾ ഇവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ആ ചിന്തകളാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതത്തിന് നേരെ കടന്നു വരുന്നതായ ആ നിന്ദയുടെ മുൻപിൽ, ആ അപമാനത്തിൻ്റെ മുൻപിൽ മാറി നിൽക്കുന്നതായ ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിലൂടെ ഇശായിയുടെ മകനായിരിക്കുന്ന ദാവീദ് നടന്നു വരികയാണ്. ദാവീദ് അവിടേക്ക് കടന്നു വരുന്നത് തൻ്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിപ്പാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ദാവീദ് കടന്നു വരുമ്പോൾ കേൾക്കുന്നതായ വാക്കുകൾ ഇസ്രായേൽ ജനത്തെ പരസ്യമായി ആക്ഷേപിക്കുന്ന,
പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന ഗോലിയാത്തിനെയാണ് കാണുന്നത്. ആ അപമാനവും നിന്ദയും ദാവീദിന് കേട്ടു നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് ദാവീദിന് പെട്ടെന്ന് പടയിലേക്ക് കയറി ചെല്ലുകയോ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുകയോ ചെയ്യുവാൻ സാധ്യമല്ല. താൻ രാജ്യത്തിൻ്റെ രാജാവായിരിക്കുന്ന ശൗലിൻ്റെ അരികിൽ കടന്നു ചെന്ന് ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേലിനെ പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന ഈ ഗോലിയാത്തിനോട് പക വീട്ടുവാനായിട്ട് എന്നെ അനുവദിക്കണം എന്ന് പറയുന്നതായ വാക്കുകളുണ്ട്. ശൗലിൻ്റെ അനുമതിയോടുകൂടിയാണ്, പരിചയമില്ലെങ്കിലും യുദ്ധത്തിനാവശ്യമുള്ളതായ വാളും പരിചയമൊക്കെ ആയിട്ട് ദാവീദ് വല്ലം നടന്നു വരികയാണ്. എന്നാൽ തനിക്ക് അതൊന്നും നല്ല പരിചയമില്ലാത്തതുകൊണ്ട് അതെല്ലാം മാറ്റിവെച്ചിട്ട് തൻ്റെ ആടുമായി വനാന്തരത്തിലേക്ക് കടന്നു പോകുന്നതായ സന്ദർഭങ്ങളിൽ താൻ ചെയ്യാറുള്ളതുപോലെ ഗോലിയാത്തിൻ്റെ മുൻപിലേക്ക് ദാവീദ് നടന്നു ചെല്ലുകയാണ്. ഗോലിയാത്ത് ദാവീദ് ചെല്ലുന്നത് കണ്ടിട്ട് അധികമായിട്ട് പരിഹസിക്കുകയും അപമാനിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഗോലിയാത്തിന് ഹൈറ്റ്, ഗോലിയാത്തിൻ്റെ വെയിറ്റ്, ഗോലിയാത്തിട്ടിരിക്കുന്നതായ ആ യുദ്ധത്തിനു വേണ്ടിയുള്ള വസ്ത്രങ്ങൾ, ഗോലിയാത്തിൻ്റെ കയ്യിലുള്ളതായ വാള്, തൻ്റെ കയ്യിലുള്ളതായ പരിച, ഇതെല്ലാം തന്നെ കൂടുതൽ പ്രതീക്ഷകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ തൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്ന ദാവീദിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് യുദ്ധത്തിനു വേണ്ടിയുള്ളതായ ആ കവചങ്ങളൊന്നും ധരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, യുദ്ധത്തിനുള്ള ആയുധങ്ങളൊന്നും തൻ്റെ കയ്യിലില്ലാതെ താൻ നടന്നു വരുന്നത് കണ്ടിട്ട് ഗോലിയാത്ത് ദാവീദിനെ പരിഹസിക്കുകയാണ്. ഒരു നായുടെ മുൻപിലേക്ക് വരുന്നത് പോലെ നീ എൻ്റെ മുൻപിലേക്ക് വരുന്നുവോ എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ ദാവീദിന് നല്ല ബോധ്യതയുണ്ട്. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്ത് ധീരനാണെന്നും യുദ്ധതന്ത്രങ്ങൾ പരിശീലിച്ചിട്ടുള്ളവനാണെന്നും മാത്രമല്ല, മാനുഷികമായിട്ട് ഗോലിയാത്തിനെ ജയിപ്പാൻ തക്കതായ തലത്തിലുള്ള ഒരു കഴിവുകളും തനിക്കില്ലെന്നും തനിക്ക് ബോധ്യതയുണ്ട്. എന്നാൽ നിന്ദിക്കുന്ന, ഒന്നുകൂടി പറഞ്ഞാൽ ഇസ്രായേൽ സേനയെ, ഇസ്രായേൽ ജനത്തെ അപമാനിക്കുന്ന ഗോലിയാത്തിൻ്റെ മുൻപിലേക്ക് ദാവീദ് നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ അതിന് പ്രാപ്തനാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ അപ്പൻ്റെ ആടുമായി വനാന്തരത്തിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ കാട്ടിൽ നിന്നിറങ്ങി വരുന്ന ഘോര മൃഗങ്ങളുടെ വായിൽ നിന്ന് ദാവീദ് തൻ്റെ ആട്ടിൻകുട്ടികളെ രക്ഷിച്ചിട്ടുണ്ട്. ആ വന്യമൃഗങ്ങളെ താന് വകവരുത്തിയിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ തൻ്റെ മേൽ പകർന്നതായ ആത്മശക്തിയെക്കുറിച്ചുള്ള ബോധ്യതയാണ് ഗോലിയാത്തിൻ്റെ മുൻപിലേക്ക് ദാവീദ് കടന്നു ചെല്ലുമ്പോൾ ദാവീദിനെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ആ ഒരു പദം അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, മുൻപിൽ നിൽക്കുന്ന ഗോലിയാത്തിനെയാണ്
ദാവീദ് കൂടുതൽ ശ്രദ്ധിക്കുന്നതെങ്കിൽ ദാവീദിന് മുൻപോട്ട് പോകുവാനായിട്ട് സാധ്യമല്ല. കാരണം ഒന്ന്, തൻ്റെ കാതിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അപമാനിക്കുന്ന വാക്കുകൾ. നിനക്ക് യുദ്ധവസ്ത്രമുണ്ടോ? നിന്റെ കയ്യിൽ വാളുണ്ടോ? നിന്റെ കയ്യിൽ പരിചയമുണ്ടോ? നീ എന്താണ് ഇങ്ങനെ എൻ്റെ മുൻപിലേക്ക് വരുന്നത്? നിനക്കെന്നെ ജയിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്ന ഗോലിയാത്തിൻ്റെ വാക്കുകൾ ദാവീദിൻ്റെ കാതിനുള്ളിൽ എത്തുന്നുണ്ട്. പക്ഷേ ആ ശബ്ദത്തേക്കാൾ തീവ്രമായി, ആ ശബ്ദത്തേക്കാൾ ഗൗരവത്തോടുകൂടി ദാവീദ് ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആമീൻ, വനാന്തരത്തിൽ തൻ്റെ അപ്പൻ്റെ ആടുമായി നിന്നിരുന്ന സന്ദർഭങ്ങളിൽ ആമീൻ തൻ്റെ മേൽ ആമീൻ ചാടി വീണതായ ആ കാട്ടിൽ നിന്നിറങ്ങി വന്ന ഘോര മൃഗങ്ങളെ ജയിപ്പാൻ കഴിഞ്ഞ ആ ദൈവശക്തിയെക്കുറിച്ചുള്ള ബോധ്യതയാണ് ആമീൻ ദാവീദിൻ്റെ കാതിൽ കേൾക്കുന്ന വാക്കുകളേക്കാൾ, ആ ശബ്ദത്തേക്കാൾ കൂടുതലായി താൻ ഗൗരവമായി എടുത്തിട്ടുള്ളത്. ഞാൻ എന്താണ് പറയുന്നത്? ദാവീദിൻ്റെ വിശ്വാസം, ദാവീദ് തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിച്ച പ്രതികൂലങ്ങളുടെ നടുവിൽ തന്നോട് കൂടെ നിന്ന ദൈവത്തിലാണ്, തനിക്ക് കരുത്ത് നൽകിയ ദൈവത്തിലാണ്, തനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത ദൈവത്തിലാണ്, ആ ദൈവത്തിൻ്റെ നാമത്തിലാണ് ദാവീദ് വിശ്വാസമുറപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ചുരുക്കം. നമ്മുടെ ലക്ഷ്യം മാറുമ്പോഴാണ് നമുക്ക് കൂടുതൽ പരാജയങ്ങൾ ഉണ്ടാകുന്നത്. കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ ശിഷ്യന്മാരോട് നിങ്ങൾ അക്കരയ്ക്ക് പോകുക എന്ന് പറഞ്ഞു. അവരെ അക്കരയ്ക്ക് പോയി. അക്കരയ്ക്ക് പോകുന്ന ആ യാത്രയിൽ അവരുടെ പടകിൽ ശക്തമായിട്ടുള്ള കാറ്റ്, ഈശാനമൂലനാകുന്ന കാറ്റടിച്ചു. പടക് ആടി ഉലയുവാൻ തുടങ്ങി. ആകെ പ്രതിസന്ധിയിൽ നിൽക്കുന്നതായ ഒരു സാഹചര്യമാണ്. അവിടെ രാത്രിയുടെ 4-ാം യാമത്തിൽ കർത്താവ് കടലിലൂടെ നടന്നു വന്ന് അവരെ സംരക്ഷിക്കുകയാണ്. അതോട് ചേർന്ന് നാം നോക്കുമ്പോൾ ശക്തമായി തിരമാലകൾ ഉയർന്നു പൊങ്ങുമ്പോൾ, കാറ്റ് അതിശക്തമായി അടിക്കുമ്പോൾ, പടക് ആടി ഉലയുമ്പോൾ യേശു ആ വെള്ളത്തിലൂടെ ശാന്തമായി നടന്നു വരുന്നത് കണ്ടപ്പോൾ ശീമോനെ യേശു നടക്കുന്നത് പോലെ നടക്കണമെന്നൊരാഗ്രഹം തോന്നി. ശീമോൻ യേശുവിനോട് ചോദിച്ചു, ഞാനും കൂടെ ഒന്ന് ഇറങ്ങിക്കോട്ടെ? യേശു ശീമോനെ വിളിച്ചു. ശീമോൻ ശാന്തമായി ആ വെള്ളത്തിലൂടെ നടന്നു തുടങ്ങി. അവിടെ തൻ്റെ കാല് വഴുതിയില്ല, തൻ്റെ കാലുകൾ വെള്ളത്തിൽ താണില്ല. താൻ മുൻപോട്ട് നടന്ന് നീങ്ങുകയാണ്. അല്പം കഴിയുന്നതിന് മുൻപ് താൻ വെള്ളത്തിൽ ശാന്തമായി താഴുവാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് താൻ താണത് എന്ന് വേദചിന്തകന്മാർ പറയുന്നത് ഭയം തൻ്റെ ഉള്ളിൽ കടന്നുകൂടി എന്നുള്ളതാണ്. യേശു കർത്താവിനെ നോക്കി ഇറങ്ങിത്തിരിച്ച പത്രോസിൻ്റെ ജീവിതത്തിൽ തിരകളെ നോക്കുവാൻ, കാറ്റിനെ നോക്കുവാൻ തുടങ്ങി. അതാണ് പത്രോസ് വെള്ളത്തിൽ താഴുവാൻ തുടങ്ങിയത് എന്നതാണ്. ഇവിടെ നമ്മെ നിന്ദിക്കുന്നവരുടെ നിന്ദയുടെ വാക്കുകൾ കേട്ടാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല. ദാവീദിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഗോലിയാത്ത് പറയുന്നതായ വാക്കുകൾ കേട്ടാൽ ഗോലിയാത്തിൻ്റെ മുൻപിലേക്ക് നടന്നു ചെല്ലുവാൻ ദാവീദിന് സാധിക്കില്ല. പക്ഷേ ദാവീദ് എന്താണ് ചെയ്തത്? ദാവീദ് തൻ്റെ കാതിനകത്തേക്ക് വന്ന് പ്രവേശിക്കുന്ന നിന്ദയുടെ വാക്കിനപ്പുറത്ത് വനാന്തരത്തിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ തനിക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവസാന്നിധ്യത്തെ ധ്യാനിച്ചുകൊണ്ട് താൻ മുൻപോട്ട് പോവുകയാണ്. അതാണ് വചനത്തിൻ്റെ ഗൗരവം. ഓർക്കണം, ഇവിടെ അനവധി ആളുകൾ
നമ്മുടെ സൗന്ദര്യമില്ലാഴികകളും നമ്മുടെ കഴിവുകേടുകളും നമ്മുടെ ദാരിദ്ര്യങ്ങളും നമ്മളെ ഏതെല്ലാം തലത്തിൽ അപമാനിക്കുവാൻ കഴിയുമോ ആ നിലകളിലൊക്കെ അപമാനിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ വാക്കുകൾ കേട്ടിട്ട് നാം നിരാശിതരായി നമ്മുടെ പ്രവൃത്തികൾ അവസാനിപ്പിക്കുകയല്ല. നിങ്ങൾ എന്തെല്ലാം പറയുന്നെങ്കിലും എൻ്റെ സൃഷ്ടിതാവും എൻ്റെ ഉടയവനുമായൊരു ദൈവം എനിക്കുണ്ടെന്നും ആ ദൈവമാണ് എനിക്ക് ജീവിതം തന്നതെങ്കിൽ ആ ദൈവമാണ് എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുവാൻ ഇടയാക്കിയിരിക്കുന്നതെങ്കിൽ ആ ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നും പറയുവാനുള്ള ആത്മധൈര്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കാതിലേക്ക് വരുന്ന വാക്കുകൾക്കോ നമ്മുടെ മുമ്പിൽ കാണുന്ന പലതിനെയും നമുക്ക് അതിജീവിക്കുവാൻ കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ചില വാക്കുകളുടെ മുൻപിൽ ചിലർ ആത്മഹത്യ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ചില പ്രതികൂലങ്ങളുടെ നടുവിൽ ചിലർ ജീവിതം അവസാനിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ചിലർ കാണിക്കുന്ന ചില പ്രവൃത്തികളോ പറയുന്ന ചില വാക്കുകളോ നിമിത്തം സകല പ്രവൃത്തികളും നിർത്തി പിന്നോക്കം മാറുന്നത്? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ കസ്റ്റഡിയിലല്ല, അവരുടെ കൈകളിലല്ല നമ്മുടെ നന്മയും നമ്മുടെ അനുഗ്രഹങ്ങളും ഇരിക്കുന്നതെന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയാത്തതുകൊണ്ടാണ്. ഇവിടെ ദാവീദ് എന്താണ് ചെയ്തത്? ഇവിടെ ദാവീദ് ചെയ്തത് തന്നെ നിന്ദിക്കുന്ന ഗോലിയാത്തിൻ്റെ വാക്കുകൾ, ഗോലിയാത്തിൻ്റെ അപമാനങ്ങൾ ദാവീദ് ഒരു കാര്യമാക്കുന്നില്ലെന്നാണ്. ശാന്തമായിട്ട് ദാവീദ് ഗോലിയാത്തിൻ്റെ മുൻപിലേക്ക് നടന്നു ചെല്ലുകയാണ്. ഗോലിയാത്തിന് ദാവീദിനെ മാത്രമല്ല ഇസ്രായേൽ ജനത്തെ എന്തെല്ലാം തലങ്ങളിൽ അപമാനിക്കാമോ നിന്ദിക്കാമോ ആ തലങ്ങളിലെല്ലാം നിന്ദിക്കുകയാണ്. നിന്ദിക്കുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ ചിന്തിക്കുന്നത് അവർ പരാജയപ്പെടുകയില്ലെന്ന്, അവർ വിജയാളികളാണെന്നാണ്. അവർ ചിന്തിക്കുന്നതും അവർ പറയുന്നതും ആ ശരിയെന്നാണ്. അവരൊരിക്കലും അപമാനിതരായി പോകില്ലെന്ന ആ ഒരു ചിന്തയും വിശ്വാസവുമാണ് പലപ്പോഴും അവരെ മറ്റുള്ളവരെ അപമാനിക്കുവാനും നിന്ദിക്കുവാനും ഒക്കെ അവരെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത്. അത് നമ്മൾ ഗൗരവമായി തിരിച്ചറിയണം. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഗത്യനായ ഗോലിയാത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും താൻ ചിന്തിച്ചില്ല ദാവീദിൻ്റെ മുമ്പിൽ താൻ കീഴടങ്ങേണ്ടി വരും, ദാവീദിൻ്റെ മുമ്പിൽ ഞാൻ തോറ്റുപോകും എന്നൊരു ചിന്ത തന്നെ ഭരിച്ചിട്ടില്ല. അഹങ്കാരത്തിൻ്റെ ചിന്തയും ഗുരുവിൻ്റെ ചിന്തയുമൊക്കെ തലയ്ക്ക് പിടിച്ച് ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. ഹാമാൻ ഒരിക്കലും ചിന്തിച്ചില്ല മൊർദെഖായിയുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുമെന്ന്. കാരണം അഹശ്വേരോശ് രാജാവിന് അത്രയ്ക്ക് ഇഷ്ടവും സ്നേഹവുമാണ് ഹാമാനോട്. ഓരോ ദിവസങ്ങളും പ്രൊമോഷനുകളാണ്, ഉയർച്ചകളാണ്. പക്ഷേ മൊർദെഖായിയെ അപമാനിക്കുകയാണ്. ഞാനൊരു ചേർത്ത് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. മൊർദെഖായി അപമാനിക്കപ്പെടുകയാണ്. വീട്ടിലെ ആളുകളുടെ സാന്നിധ്യത്തിൽ ഭക്തനെ തൂക്കിക്കളയുന്നതിനു വേണ്ടി ഒരു കഴുകുമരമൊക്കെ ഒരുക്കി രാജാവിൻ്റെ മുൻപിലേക്ക് വരുമ്പോൾ ഇനിയുള്ള കാലം സന്തോഷത്തോടുകൂടി ജീവിക്കാമെന്നൊക്കെ കരുതിയെങ്കിലും പരാജയത്തിൻ്റെ അനുഭവങ്ങൾ അവിടെ കാണുകയാണ്. ഞാൻ അവിടേക്ക് പിന്നീട് പോകാം. ദാവീദിനെ നോക്ക്. നിന്ദിക്കുന്ന വാക്കുകൾ തന്നെ പരാജയപ്പെടുത്തിയില്ല. തൻ്റെ കയ്യിൽ ആയുധമില്ലാത്തതോ ആയുധം പിടിക്കുവാൻ പരിചയമില്ലാത്തതോ തന്നെ ഭയപ്പെടുത്തിയിട്ടില്ല. തൻ്റെ കയ്യിൽ പരിചയമില്ലാത്തത് തന്നെ ഭീതിപ്പെടുത്തിയിട്ടില്ല. ഒരു നിലയിലും ഒരാശങ്കയും കൂടാതെ എന്നെ വിളിച്ച ദൈവം എന്നോട് കൂടെയുണ്ടെന്നും വനാന്തരത്തിൽ എൻ്റെ പ്രതികൂലത്തിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നുമുള്ളതായ വിശ്വാസവും ആ വിശ്വാസ പ്രഖ്യാപനവുമാണ്
മല്ലനായ ഗോലിയാത്തിൻ്റെ മുൻപിലേക്ക്, നിന്ദിക്കുന്ന ഗോലിയാത്തിൻ്റെ മുൻപിലേക്ക് ദാവീദിനെ നടന്നു ചെല്ലുവാൻ തന്നെ പ്രേരിപ്പിച്ച ഘടകമെന്ന് നാം മറന്നുകളയരുത്. ശാന്തമായി മുൻപിൽ നിൽക്കുന്ന ഗോലിയാത്തിന് എതിരാളിയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ദാവീദ് മുൻപോട്ട് നടക്കുകയാണ്. ഏറ്റവും കൂടുതൽ അപമാനിക്കുന്ന വാക്കുകൾ ഗോലിയാത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് തൻ്റെ തോളിൽ കിടക്കുന്ന ആ തോൾ സഞ്ചിയിലേക്ക് തൻ്റെ കൈയിട്ട ശേഷം ആ സഞ്ചിയിൽ ഉണ്ടായിരുന്ന കല്ലുകളിൽ ഒന്ന് താൻ എടുത്ത് തൻ്റെ കയ്യിലിരിക്കുന്നതായ ആ കവണിയിലേക്ക് വച്ചിട്ട് ഒന്ന് ചുഴറ്റിയെടുത്ത് ദാവീദ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മല്ലനായ ഗോലിയാത്തിനെ ലക്ഷ്യം വെച്ച് എറിയുകയാണ്. ദാവീദിന്റെ കവണിയിൽ നിന്ന് പുറപ്പെട്ടു പോയതായ കല്ല് കൃത്യമായ തലത്തിൽ ചെന്ന് പതിക്കുന്നത് ഗോലിയാത്തിൻ്റെ തിരുനെറ്റിക്കാണ്. ആ കല്ല് വന്ന് പതിച്ച പാടെ ആ മല്ലനായ ഗോലിയാത്ത് അവിടെ വീഴുകയാണ്. ഇവിടെ നിന്ദിക്കുന്നത് ഗോലിയാത്താണെങ്കിലും അതിന് പിന്നിലുള്ളത് ഫെലിസ്ത്യരാണ്, ഒരു സമൂഹമാണ്. ഒരുവനെ മുൻപിലേക്ക് ഇറക്കി നിർത്തിയിരിക്കുകയാണ്. നാം മനസ്സിലാക്കണം, ദാവീദിന്റെ കയ്യിലുള്ള കല്ല് ആ കവണിയിൽ നിന്ന് പുറപ്പെട്ട് ആ ഗോലിയാത്തിൻ്റെ തിരുനെറ്റിക്ക് ചെന്ന് പതിച്ച് താൻ താഴേക്ക് വീണ് അവിടെ ഫെലിസ്ത്യരെ പരാജയപ്പെടുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഗോലിയാത്ത് പറഞ്ഞതൊക്കെ കേട്ട് ഇസ്രായേൽ ജനം ഒന്നടങ്കം ഭയവും ഭീരുത്വമുള്ളവരായി നമുക്കൊരിക്കലും ഈ ഫെലിസ്ത്യ സൈന്യത്തെ ജയിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവരിറങ്ങി വരുമ്പോൾ ഓടി ഒളിച്ചതുപോലെ ദാവീദ് ഓടി ഒളിച്ചിരുന്നെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് ഒരു വിജയം കരസ്ഥമാക്കുവാൻ കഴിയില്ലായിരുന്നു. നിന്ദിച്ചവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാൻ കഴിയില്ലായിരുന്നു. ഇവിടെയാണ് നാം ശാന്തമായി നിന്ന് ചിന്തിക്കേണ്ടത്. അതിനാണ് ഈ വചനങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എബ്രായ ലേഖനം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിനകത്ത് പൗലോസിൻ്റെ ആഴമായ പ്രഭാഷണമാണ്. അതാണ് നമ്മൾ ഏറിയ ആഴ്ചകളായി ചിന്തിച്ചു വരുന്നത്. പൗലോസ് ശക്തമായി യേശുവിനെ പ്രസംഗിക്കാനായിട്ട് വരികയാണ്. യഥാർത്ഥമായ രക്ഷാ സന്ദേശം പറയുകയാണ്. ആ ജീവന്റെ സന്ദേശം പറയുമ്പോൾ വേദപണ്ഡിതന്മാരായ ആളുകൾ അവരുടെ ജ്ഞാനബുദ്ധി കൊണ്ട് പൗലോസിനോട് ചോദിക്കുകയാണ്, നിന്നെ ആരാണ് തെരഞ്ഞെടുത്തത്? നിന്നെ ആരാണ് അപ്പോസ്തോലനാക്കിയത്? നിനക്കാരാണ് കൈവപ്പ് തന്നത്? നിന്നെ ആരാണ് വേർതിരിച്ചത്? നീ യേശുവിനെക്കുറിച്ച് ആരോടാണ് പ്രസംഗിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ന്യായമായിട്ട് പൗലോസിനും വേണമെങ്കിൽ ഒരു ചിന്ത കടന്നു പോകാം. എത്രയോ വർഷങ്ങളായി ന്യായപ്രമാണ പുസ്തകം പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വേദപണ്ഡിതന്മാരായ ആളുകളുടെ മുൻപിൽ ഞാൻ സംസാരിക്കാൻ കടന്നു ചെന്നാൽ അവരുടെ മുമ്പിൽ എനിക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ചു പോയാൽ, അതോടൊപ്പം ഇവരുടെ ചോദ്യങ്ങളും ഇവരുടെ അപമാന വാക്കുകളും ഇവരുടെ നിന്ദകളും ഒക്കെ കേട്ടാൽ
അതിൻ്റെ മുമ്പിൽ മനസ്സ് മടുത്തുപോയാൽ പൗലോസിന് അവിടെ മുൻപോട്ട് പോകാനായിട്ട് സാധ്യമല്ല. അതുപോലെ തന്നെയാണ് ദാവീദ്. ഗോലിയാത്ത് പറഞ്ഞതായ വാക്കുകളോ തൻ്റെ ബലഹീനതകളോ തൻ്റെ കഴിവുകേടുകളോ തൻ്റെ വിദ്യാഭ്യാസമില്ലാഴികകളോ യുദ്ധതന്ത്രങ്ങൾ പഠിക്കാത്തതോ ഒക്കെ ഓർപ്പിക്കുമ്പോൾ അതൊക്കെ കേട്ടിട്ട് മനസ്സ് സങ്കടപ്പെട്ടു പോയാൽ, ഹൃദയം നൊമ്പരപ്പെട്ടു പോയാൽ മുന്നോട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള കരുത്ത് നഷ്ടപ്പെട്ടു പോകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷെങ്കിൽ നമ്മുടെ കരുത്തു നഷ്ടപ്പെടുന്ന, നമ്മൾ തന്നെ മടുത്തു പോകുന്നത് പോലെ തോന്നുന്ന, നമ്മൾ ക്ഷീണിച്ചു പോകുന്ന, ഇതെന്തൊരു ജീവിതമാണ്, എന്തിനാണ് ഇങ്ങനെ ഞാൻ ഈ അപമാനം കേൾക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ക്ഷീണിച്ചാൽ നമുക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് നാം തിരിച്ചറിയണം. അപമാനിക്കുന്നവരുടെ മുമ്പിൽ വാക്കുകൾ കൊണ്ട് മറുപടി പറയുവാൻ കഴിയുന്നില്ലെങ്കിലും അവരുടെ മുമ്പിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോവുകയല്ല, അവരുടെ മുമ്പിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യുകയല്ല, അവരുടെ മുമ്പിൽ ആ പ്രവൃത്തി അവസാനിപ്പിക്കുകയല്ല, അവരുടെ മുൻപിൽ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം. അവിടെയാണ് വിജയിക്കാൻ നമുക്ക് കഴിയുക. അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരമെന്ന് പറയുന്നത്. ആമയും കുറുക്കനും പന്തയം വെച്ച് നടക്കാൻ പോയത് നമുക്കറിയാമല്ലോ. ആദ്യം ആരാണ് ചെല്ലുക? കുറുക്കനെ സംബന്ധിച്ചിടത്തോളം അതിന് നല്ല സ്പീഡിൽ ഓടിപ്പോകാൻ കഴിയും. പക്ഷേ ആമയെ സംബന്ധിച്ചത് സാധ്യമല്ല. കുറുക്കൻ ചിന്തിച്ചു, ഒരിക്കലും ഞാൻ പരാജയപ്പെടുകയില്ല, ഞാൻ കുറച്ച് മുന്നോട്ട് പോയി എവിടെയെങ്കിലും കിടന്നൊന്നുറങ്ങി വിശ്രമിച്ച് പിന്നീട് പോയാൽ പോലും ആമയ്ക്ക് എന്നെ ജയിക്കുവാനായിട്ട് കഴിയില്ലെന്നാണ് ചിന്തിച്ചത്. പക്ഷേ കുറുക്കൻ അല്പദൂരം പോയി അത് അവിടെ കിടന്ന് ഉറങ്ങി. ആ കഥ ചിലരെഴുതുമ്പോൾ ആമയും മുയലും എന്നെഴുതാറുണ്ട്. എന്തായിരുന്നാലും ഒരു കക്ഷി മുന്നിൽ പോയി. കാരണം ആ കക്ഷിയുടെ ചിന്ത ഞാൻ പരാജയപ്പെടില്ലെന്നായിരുന്നു, ആമ എൻ്റെ മുമ്പിൽ എന്തുണ്ടെന്നായിരുന്നു. പക്ഷേ അത് പോയി കിടന്നുറങ്ങിയ നേരം കൊണ്ട് വലിയ കഴിവുകളൊന്നുമില്ല, ഓടിയോ ചാടിയോ ഒന്നും പോകാൻ കഴിയില്ല, സാവകാശം മാത്രമേ അതിന് പോകുവാൻ കഴിയുള്ളൂ. ജയിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ആമ സാവകാശം പോകുവാനിടയായി. പക്ഷെ എതിരാളിയെ മറികടന്നു പോയത് എതിരാളി അറിഞ്ഞില്ല. ആമ ഒന്നാമതെത്തുവാനിടയായി. ആമ എന്താണ് ഒന്നാമതെത്താൻ കാരണം? ജയിക്കണമെന്നുള്ള ആഗ്രഹമാണ്. നിന്ദിച്ച എതിരാളിയുടെ മുമ്പിൽ പ്രതീക്ഷ കൈവിടാതെ അതിനോട് യുദ്ധം ചെയ്യുവാൻ, അതിനോട് പൊരുതുവാനുള്ള ഒരാത്മബലമാണ്, ഒരു ശക്തിയാണ്. ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് സമർത്ഥങ്ങളുടെ കാലമാണ്, ഇന്ന് അപമാനങ്ങളുടെ കാലമാണ്, ഇന്ന് നിന്ദയുടെ കാലമാണ്. എത്രയോ കുഞ്ഞുങ്ങൾ സ്കൂളിൽ അപമാനിതരായതുകൊണ്ട് ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് ചാടി മരിക്കുന്നു. എത്രയോ സഹോദരിമാർ അവരനുഭവിക്കുന്ന നിന്ദയുടെ മുമ്പിൽ അവർ ആത്മഹത്യ ചെയ്യുന്നു. ഏതെല്ലാം തലങ്ങളിൽ മനുഷ്യൻ ജീവിതം മടുക്കുന്നു എന്ന് പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്ല, നിങ്ങൾക്ക് ജീവൻ തന്ന നിങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ ദൈവം നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളെ നിന്ദിക്കുന്നവരുടെ മുൻപിൽ നിങ്ങൾ പരാജയപ്പെടരുത്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, നിങ്ങൾ ധൈര്യത്തോടെ പോകണം. പൗലോസ് അതാണ് ചെയ്തത്. അതാണ് നമ്മുടെ പഠനം. ദാവീദ് അതാണ് ചെയ്തത്. ദാവീദിന് കരുത്തു നൽകിയത് ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ തിരിച്ചു വരട്ടെ. ഗോലിയാത്ത് ദാവീദിൻ്റെ കവണയിൽ നിന്ന് പോയി ഒരു കല്ലിൻ്റെ മുമ്പിൽ വീണ് കിടക്കുകയും ഫെലിസ്ത്യര് ആശ്ചര്യപ്പെടുകയാണ്. അവർ ചിന്തിക്കുകയാണ്,
എന്താണ് ചെയ്യേണ്ടത്? അയ്യോ, എങ്ങനെ പുറത്തേക്ക് വരും? കാരണം ഒരിക്കലും തോക്കില്ലെന്നല്ലേ ചിന്തിച്ചത്, ഒരിക്കലും പരാജയപ്പെടില്ലെന്നല്ലേ ചിന്തിച്ചത്. പക്ഷെ നിങ്ങൾ നോക്കണം, 17-ാം അധ്യായത്തിൻ്റെ 48 മുതൽ താഴേക്കുള്ളതായ വാക്യങ്ങൾ നാം വായിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പരാജയപ്പെട്ട ഫെലിസ്ത്യരെയാണ്, അപമാനിക്കപ്പെട്ട് നിൽക്കുന്ന ഫെലിസ്ത്യരെയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ദാവീദ് ധൈര്യത്തോടെ കയറി ചെല്ലുകയാണ്. തൻ്റെ കയ്യിലിരിക്കുന്ന കമണിയിലെ കല്ല് വീശി ഫെലിസ്ത്യൻ്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ല് അവൻ്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു. അവൻ കവിണ്ണ് വീണു. അങ്ങനെ ദാവീദ് ഒരു കവിണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു, ഫെലിസ്ത്യനെ കൊന്നുമുടിച്ചു. എന്നാൽ ദാവീദിൻ്റെ കയ്യിൽ വാൾ ഇല്ലായിരുന്നു. കണ്ടോ? ഇവിടെയാണ് നമുക്ക് ആ പാഠം തരുന്നത്. നമുക്കതിൻ്റെ മാർമിക യാഥാർത്ഥ്യങ്ങൾ, അതിൻ്റെ സത്യമായ ആ അവസ്ഥകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇവിടെയാണ്. ഒരു നാൾ മുഴുവൻ, ഒരു കാലഘട്ടം മുഴുവൻ ഇസ്രായേൽ ജനത്തെ രഹസ്യമായും പരസ്യമായും നിന്ദിച്ചുകൊണ്ടിരുന്ന ഫെലിസ്ത്യർ, ഗോലിയാത്ത് ഇപ്പോൾ എന്തു ചെയ്തിരിക്കുന്നു? തോറ്റിരിക്കുന്നു. ആരുടെ മുമ്പിൽ? അവരാരെ നിന്ദിച്ചുവോ ആ നിന്ദിക്കപ്പെട്ടവരുടെ മുൻപിൽ നിന്ദിച്ചവർ പരാജിതരായി, അവർക്കെന്തു പറയണം എന്നറിയാതെ, എന്തു ചെയ്യണം എന്നറിയാതെ അവർ വേദനയോടെ നിൽക്കുന്നതായ ഒരു സാഹചര്യത്തെയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പിന്നീട് എന്താണ് പറയുന്നത്? ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫെലിസ്ത്യൻ്റെ പുറത്ത് കയറി നിന്നു. അവൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്ത് അവനെ കൊന്നു. അവൻ്റെ തല വെട്ടിക്കളഞ്ഞു. തങ്ങളുടെ മല്ലൻ മരിച്ചുപോയി എന്ന് ഫെലിസ്ത്യർ കണ്ടിട്ട് ഓടിപ്പോയി. കണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടു കൂടിയാണ് നാം ചിന്തിക്കേണ്ടത് ഈ വചനങ്ങൾ. ഒരിടത്തുപോലും ദാവീദ് ക്ഷീണിച്ചു പോയില്ല, ഒരിടത്തുപോലും ദാവീദ് പതറിപ്പോയില്ല. സധൈര്യം മുൻപോട്ട് നീങ്ങുകയാണ്. എന്താണ് തൻ്റെ ഉള്ളിലെ ധൈര്യത്തിൻ്റെ കാരണം? ഞാൻ ഓർപ്പിച്ചു, അപ്പൻ്റെ ആടുമായി വനാന്തരത്തിൽ നിൽക്കുന്ന സമയത്ത് സിംഹമോ കരടിയോ പോലുള്ള വനത്തിലെ ഘോര മൃഗങ്ങൾ തൻ്റെ ആട്ടിൻകുട്ടികളെ പിടിക്കുമ്പോൾ അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കുന്ന ദാവീദ് ആട്ടിൻകുട്ടിയെ വിട്ടിട്ട് ദാവീദിൻ്റെ നേരെ ഇത് പാഞ്ഞു എന്നാ. പക്ഷേ ദാവീദ് അതിൻ്റെ താടിക്ക് പിടിച്ച് അടിച്ചു കളഞ്ഞു, കൊന്നുകളഞ്ഞു. ആ ദാവീദിന് മുൻപിൽ ഗോലിയാത്ത് പരാജയപ്പെട്ട് നിൽക്കുകയാണ്. ഗോലിയാത്ത് തൻ്റെ കയ്യിലിരുന്ന ആ വാളും പിടിച്ച് ഇസ്രായേലിനെ നിർമൂലമാക്കി കളയുമെന്ന് അപമാനിച്ച് നിന്ദിച്ച് തല ഉയർത്തി നിന്നവന്. പക്ഷെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വാൾ അവൻ്റെ ഉറയിൽ നിന്ന് ഊരിയെടുത്ത് അവൻ്റെ തല വെട്ടിക്കളഞ്ഞ ഒരു ദാവീദിനെ നമ്മൾ കാണുന്നുണ്ട്. ഒരു ഭാഗം കൂടെ പറയുവാനായിട്ട് എൻ്റെ മുൻപിൽ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ
ഈ ഭാഗം ഇന്ന് നിർത്തുകയാണ്. ഈ ദിവസങ്ങളെല്ലാം നാം ചിന്തിക്കുന്നത് നിന്ദിക്കുന്നവരും നിന്ദിക്കപ്പെട്ടവരും എന്ന ചിന്തയായിരിക്കും. അടുത്ത ചൊവ്വാഴ്ചയിൽ നാം ഇതിനെ മറ്റൊരു ഭാഗം ചിന്തിക്കും. ഇസ്രായേലിന് ഫെലിസ്ത്യരുടെ മുൻപിൽ ജയിപ്പാൻ കഴിയില്ലെന്ന് അവർ ചിന്തിച്ചു എങ്കിലും ആത്മധൈര്യത്തോടുകൂടി കടന്നു വന്ന, നിന്ദിക്കുന്നവരുടെ നിന്ദാവാക്കുകൾ കേട്ട് ക്ഷീണിച്ചു പോകാതെ ആത്മധൈര്യത്തോടെ മുന്നോട്ട് നടന്നു നീങ്ങുന്ന ദാവീദ് നിമിത്തം, ദാവീദിൻ്റെ മേൽ പകർന്ന ദൈവാത്മാവിൻ്റെ നിയോഗം നിമിത്തം, ഒന്നുകൂടി പറഞ്ഞാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദാവീദിൻ്റെ സാന്നിധ്യം നിമിത്തം, ആമീൻ, ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേലിനെ നിന്ദിച്ച ഗോലിയാത്തിനെ പരാജയപ്പെടുത്തി കളയുവാൻ ദാവീദിന് അല്ലെങ്കിൽ ഇസ്രായേലിന് സാധിച്ചു എന്ന് നാം മറന്നുപോകരുത്. ഫെലിസ്ത്യർ എന്തു ചെയ്തു? തങ്ങളുടെ മല്ലൻ മരിച്ചുപോയി എന്ന് ഫെലിസ്ത്യർ കണ്ടിട്ട് ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്നവർ ഓടി മാറുകയാണ്, ഓടി മറയുകയാണ്, ഓടി അകലുകയാണ്. എന്താണ് കാരണമെന്നറിയാമോ? ചില നാളുകളായി ഇസ്രായേൽ ജനത്തിന് ഒരു പ്രതികൂലമായി, ഒരു എതിരാളിയായി, ഒരപമാനിതനായി തല ഉയർത്തി നിന്ന ഗോലിയാത്തിൻ്റെ പരാജയം, തനിക്ക് കടന്നു വരുവാൻ പോകുന്ന ആ അപമാനങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിക്കൊണ്ട് രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള ഓട്ടമാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഒന്ന്, നിറമുള്ളതുകൊണ്ട് ആരെയും നിന്ദിക്കരുത്. രണ്ട്, വിദ്യാഭ്യാസമുള്ളതുകൊണ്ട് ആരെയും നിന്ദിക്കരുത്. മൂന്ന്, പണമുള്ളതുകൊണ്ട് ആരെയും നിന്ദിക്കരുത്. നാല്, പദവികൾ ഉള്ളതുകൊണ്ട് ആരെയും അപമാനിക്കരുത്. അഞ്ച്, കഴിവുള്ളതുകൊണ്ട് ആരെയും അപമാനിക്കരുത്. വീണ്ടും അങ്ങനെ പറഞ്ഞാൽ അനവധി അനവധി കാര്യങ്ങൾ. എന്താണ് കാരണമെന്നറിയാമോ? നിന്റെ സൗന്ദര്യം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. നിന്റെ ബുദ്ധി എപ്പോൾ വേണമെങ്കിലും മറന്നുപോകാം, മാഞ്ഞു പോകാം. നിന്റെ പണം എപ്പോൾ വേണമെങ്കിലും ഇല്ലാതെയാകാം. നിന്റെ സ്ഥാനങ്ങൾ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. നിന്റെ കയ്യിലിരിക്കുന്ന ആയുധത്തിന്, നിന്റെ കയ്യിലിരിക്കുന്ന സംവിധാനങ്ങൾക്ക് നിന്നെ ജയിക്കാൻ കഴിഞ്ഞില്ലെന്നു വരാം. ആ സമയത്ത് നീ നിന്ദിച്ചവർ, നീ അപമാനിക്കച്ചവർ, നീ വിടക്കം നിന്നിയവർ, അവരുടെ മുൻപിൽ നീ തല കുനിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അപമാനിക്കുന്നവരായി തീരരുത് എന്ന സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ദാവീദിനെയും ഗോലിയാത്തിനെയും കുറിച്ചാണ്. നമ്മുടെ കുറിവാക്യം പൗലോസിനെ കുറിച്ചാണ്. പൗലോസിനെ ആളുകൾ അപമാനിച്ചതാണ്. പൗലോസിന് മുമ്പിൽ വന്ന അപമാനങ്ങളെ ഒന്നും താൻ വലുതായി കാണാഞ്ഞതുകൊണ്ട് തന്നെ പരിഹസിച്ച, തന്നെ നിന്ദിച്ച ശ്രേഷ്ഠന്മാരായ ആളുകളുടെ മുൻപിൽ മാന്യതയോടെ വിജയാളിയായി നിൽക്കുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ദാവീദിനെ പോലെ. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത് എന്താണെന്നറിയാം. ഒരിക്കലും നമ്മുടെ മനസ്സ് നിഗളിക്കരുത്. നമ്മുടെ മനസ്സ്
അഹങ്കരിക്കരുത്. നാം വലിയവരും മറ്റുള്ളവരെല്ലാവരും മോശക്കാരും കുറഞ്ഞവരുമൊക്കെയാണെന്ന് നാം ചിന്തിക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏത് സമയത്തും സ്ഥിതികൾ മാറി മറിഞ്ഞു എന്ന് വരാം. ആ യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിയണം. ആ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്നെങ്കിൽ മാത്രമേ ദൈവത്തെ ഭയപ്പെടുവാനും മനുഷ്യനെ സ്നേഹിപ്പാനും കഴിയുകയുള്ളൂ. തിന്മയായ വഴികൾ വിട്ട് നന്മയുള്ള വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയണമെങ്കിൽ ആ ഒരു ചിന്ത നമ്മെ ഭരിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നുള്ളത് നാം മറന്നു കളയരുത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ പരിമിതപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുക. ഇന്ന് നമുക്ക് ദൈവത്തോട് ആഴമായൊരു തീരുമാനമെടുക്കാം. ദൈവത്തോടൊരു കാര്യം പറയാം. ദൈവമേ, ഞാനൊരിക്കലും അഹങ്കാരമുള്ളവനും നിഗളമുള്ളവനും ഒന്നുമായിട്ട് മറ്റുള്ളവരെ എൻ്റെ നോട്ടം കൊണ്ടോ ഭാവം കൊണ്ടോ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കൊച്ചായി കാണുവാൻ അപമാനിക്കുവാൻ ഇടയാകാതെ എനിക്കെൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നേക്കാൾ മറ്റുള്ളവർ ശ്രേഷ്ഠരെന്നെണ്ണിക്കൊണ്ട് എനിക്ക് മുന്നോട്ട് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ദാവീദ് ജയിച്ചതിന് കാരണം അതാണ്. പൗലോസ് ജയിച്ചതിന് കാരണം അതാണ്. ആ നിലയിൽ നമുക്കും ഒരു വിജയാളിയായി തീരേണ്ടതിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നവരും ആ തലത്തിൽ പ്രാർത്ഥിക്കുന്നവരുമായി മുന്നേറാം. അതിന് സർവകൃപാലുവായ ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ, അനുഗ്രഹങ്ങൾ, നന്മകൾ നൽകട്ടെ. സ്നേഹമുള്ള ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങളെ തന്നെ ഉയർത്തുന്നവരും മറ്റുള്ളവരെക്കാൾ ഞങ്ങൾ ശ്രേഷ്ഠരെന്ന് എണ്ണുന്നവരുമായി തീരാതെ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തുവാനും മറ്റുള്ളവർ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുവാനും ഞങ്ങളെ സഹായിക്കണമേ. അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി വരുവാൻ ഈ ദൈവവചനം കേട്ട എല്ലാവരെയും ദൈവം സഹായിക്കണമേ. ദൈവമായ കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാ വിടുതലുകളും ഉയർച്ചകളും ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ നേരിടുന്ന നിന്ദയുടെ മുമ്പിൽ, പരിഹാസത്തിൻ്റെ മുമ്പിൽ, അപമാനങ്ങളുടെ മുമ്പിൽ മനസ്സുമടുത്ത് ജീവിതം അവസാനിപ്പിക്കുകയല്ല, പ്രതികൂലങ്ങളുടെ നടുവിൽ എന്നെ വിളിച്ച ദൈവം, എന്നെ സൃഷ്ടിച്ച ദൈവം എന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് ആ പ്രശ്നത്തെ, ആ അപമാനത്തെ നേരിടുവാനും അതിനെ ജയിപ്പാനുമുള്ള കൃപ ദൈവവചനം കേട്ട എല്ലാവർക്കും ദൈവം നൽകണമേ. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.